നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായി വിജയന്റെ യമരാജനായി പി ജയരാജൻ മാറുന്നു. കണ്ണൂരിൽ പിണറായി വിജയന്റെ തല വീഴാൻ പോകുകയാണ്. പി ജെ ആർമി ഇത്രകാലം വട്ടം കൂട്ടിയത് നടപ്പാകാൻ പോകുന്നുവോ എന്നുള്ളതാണ് ചോദ്യം. കൊടിസുനി സംഘത്തെയും പെരിയാർ കൊലക്കൂട്ടത്തെയും എല്ലാം ഒപ്പം നിർത്തി പിണറായി വിജയന്റെ കാറ്റഴിക്കാൻ പുറപ്പെട്ടിരിക്കുകയാണ് ജയരാജൻ. പറഞ്ഞു വരുന്നത് കണ്ണൂരിൽ പിണറായി വിജയന്റെ പ്രഭ മങ്ങുന്നു. CPMന്റെ രക്ഷകൻ ജയരാജൻ എന്ന ലേബൽ പതിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. CPM ഗുണ്ടകളെയും ക്രിമിനലുകളെയും കൊലപാതകികളെയും നേരിട്ടെത്തി കാണുകയും അവർക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ജയരാജനെയാണ് കേരളം ഇപ്പോൾ കാണുന്നത്. പെരിയാർ കേസ് പ്രതികളെ നേരിട്ട് പോയി കണ്ടതും കൊടിസുനിക്ക് പരോൾ കിട്ടിയപ്പോൾ പിന്തുണച്ചതും എല്ലാം ഇതിന്റെ ഭാഗമാണ്. CPMന്റെ സൈബർ ഗ്രൂപ്പുകളിലെല്ലാം ക്യാപ്റ്റൻ ജയരാജൻ എന്ന തരത്തിൽ പോസ്റ്റുകളും വീഡിയോകളും അണിനിരക്കുന്നു. ക്രിമിനലുകളെ എല്ലാം ഒരു കുടക്കീഴിലാക്കി ജയരാജന് ജയ് വിളിപ്പിക്കുകയാണ് PJ ആർമി. കൊടിസുനി മുതൽ പെരിയാർ കേസ് പ്രതികളുടെ വരെ കണ്ണിലെ കരടാണ് ഇപ്പോൾ പിണറായി വിജയൻ. കാരണം ഒരിക്കൽ പോലും ഇവരെ ആരെയും പിന്തുണച്ചുകൊണ്ട് സംസാരിച്ചിട്ടില്ല പിണറായി വിജയൻ. ഇത് മുഖ്യമന്ത്രി കസേര നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള കളിയാണ്. പെരിയാർ കേസിൽ KV കുഞ്ഞിരാമൻ ശിക്ഷിക്കപ്പെട്ടതിൽ കണ്ണൂർ CPMകാർക്ക് പിണറായി വിജയനോട് കലിപ്പുണ്ട്. കുഞ്ഞിരാമനെ രക്ഷിക്കാൻ സർക്കാർ കൃത്യമായ നീക്കം നടത്തിയില്ല എന്നാണ് ആരോപണം. അങ്ങനെ കണ്ണൂർ CPM പിണറായി വിജയനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, പിണറായി വിജയന് കുടുംബമാണ് വലുതെന്നും പിണറായി വിജയൻ കുടുംബത്തെയാണ് വളർത്തുന്നതെന്നും പാർട്ടിയെ പാടെ മറന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുമാണ് സഖാക്കൾ തന്നെ ആരോപിക്കുന്നത്. എന്നാൽ ജയരാജനാകട്ടെ പാർട്ടിക്കാർക്ക് വേണ്ടി നിലനിൽക്കുന്നു. കൊലയാളി കൂട്ടത്തെയെല്ലാം ഒരു പടയാക്കി ഉരുവാക്കി പിണറായി വിജയന്റെ തന്നെ തലയെടുക്കാൻ പാകത്തിന് വളർത്തിയെടുത്തിരിക്കുകയാണ് പി ജയരാജൻ. അത്രത്തോളം വലിയ പക ജയരാജന് പിണറായി വിജയനോടുണ്ടല്ലോ. കാരണം കണ്ണൂരിൽ പി ജയരാജനെ വെട്ടി നിരത്തിയത് പിണറായി വിജയന്റെ കളിയായിരുന്നല്ലോ. കഴിഞ്ഞ ദിവസം പോരാളി ഷാജി ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. പോരാളി ഷാജി എപ്പോഴും പറയാറുള്ളത് എന്താണ്? എൻ്റെ ഏറ്റവും വലിയ ഹീറോ പിണറായി വിജയനാണ് എന്നാണല്ലേ. എന്നാൽ പിണറായി വിജയനെ സൈഡാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം പോരാളി ഷാജി ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ഇതിൽ ജയരാജനെ അങ്ങ് വാനോളം പുകഴ്ത്തിക്കൊണ്ടായിരുന്നു പോരാളിയുടെ കുറിപ്പെല്ലാം. പോരാളി ഷാജിക്ക് ചോറ് പിണറായി വിജയന്റെ അടുത്തും കൂറ് പി ജയരാജന്റെ അടുത്ത് ആണോ എന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് പോരാളി ഷാജി പങ്കുവെച്ച ആ കുറിപ്പൊന്ന് നോക്കാം. മാധ്യമ നിർമ്മിത പൊതുബോധത്തെ ഒരു പുല്ലിന് പോലും വകവയ്ക്കാതെ പെരിയയിലെ സഖാക്കളെ കാണാൻ പി ജയരാജനെത്തി. പുട്ടിന് പീര പോലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത് തലയ്ക്ക് മുകളിൽ കെട്ടിത്തൂക്കിയ വിഷയം. കപട നിഷ്പക്ഷരും രാഷ്ട്രീയ സമൂഹവും അതെടുത്ത് ആയുധമാക്കുകയും ചെയ്യുന്ന അവസരത്തിൽ അത്തരം സന്ദർശനവും പത്രക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും സഖാവ് ജയരാജൻ എങ്ങനെ എല്ലാവർക്കും ബോധിക്കുന്ന തരത്തിൽ മറുപടി പറയുമെന്ന് തത്സമയം നിരീക്ഷിക്കുകയായിരുന്നു പലരും. അതാ ജയരാജനെത്തി. പ്രതികളെ കാണാനെത്തുന്നതിന്റെ ധാർമ്മികതയെപ്പറ്റി മീഡിയ ചോദിച്ചു തുടങ്ങിയതേയുള്ളൂ. അതാ വരുന്നു ഉത്തരം. കടുകിട ചാഞ്ചാട്ടമില്ലാതെ, ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കാതെ, മറുപടി പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ഇഷ്ടമാവില്ല എന്ന് അതാ വരുന്നു ഉത്തരം. കടുകിട ചാഞ്ചാട്ടമില്ലാതെ, ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കാതെ, മറുപടി പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ഇഷ്ടമാവില്ല എന്നറിഞ്ഞിട്ടും അതെ, നിങ്ങൾ പറയുന്നവരെ കാണാൻ തന്നെയാണ് വന്നത്. അവരെല്ലാവരും തന്നെ CPMകാരാണ്. അതിലൊരാൾ എൻ്റെ സഹപ്രവർത്തകനായ മുൻ MLA ആണ്. ഞാൻ ഇനിയും ഇവിടെ വന്ന് കാണും. പിന്നെ ധാർമ്മികത. ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ മരിച്ചു വീണപ്പോൾ എവിടെയായിരുന്നു നിങ്ങളുടെ ധാർമ്മിക ബോധം? ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുറ്റത്ത് വെച്ച് ഒരു വിദ്യാർത്ഥിയെ കുത്തിക്കൊന്നവനെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ കോൺഗ്രസ് കൊണ്ടു നടക്കുമ്പോഴും പാർട്ടിയിൽ പ്രമോഷൻ കൊടുത്തപ്പോഴും എവിടെയായിരുന്നു നിങ്ങളുടെ ധാർമ്മിക രോഷം? എവിടെയായിരുന്നു ധാർമ്മിക രോഷം? അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഇവരെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നത്. ഇനിയും കാണും. ഒരക്ഷരം മാധ്യമ പ്രവർത്തകർ പിന്നീട് മിണ്ടിയില്ല. കാര്യം ക്ലിയർ ആണ്. ഒളിച്ചല്ല, നേരിട്ട് മുഖത്തോട് മുഖം നോക്കിയാണ് പറഞ്ഞത്. അതായത് ഇവരുയർത്തുന്ന സെലക്റ്റീവ് ധാർമ്മികതയ്ക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കുമ്പോഴും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോഴും ഈ വേട്ടക്കാരുടെ പല്ലിനും നഖങ്ങൾക്കും മൂർച്ച കൂടുക മാത്രമേ ഉള്ളൂ. ഇവർക്ക് മുന്നിൽ നിങ്ങൾ നല്ല പിള്ള ചമഞ്ഞു നിന്ന് വ്യാജ പൊതുജന സമ്മതി നേടാനായി നിന്നുകൊടുത്താൽ എന്നും നട്ടല് വളഞ്ഞു തന്നെ നിന്നു കൊടുക്കേണ്ടി വരും. നമുക്ക് നമ്മുടെ പാർട്ടി പ്രവർത്തകരെയും അനുഭാവികളെയും അല്ലാതെ ആരെ ബോധിപ്പിക്കാനാന്നേ?
അങ്ങനെ കിട്ടുന്ന സമ്മതി മാത്രം മതി. ഇക്കാണുന്ന മാധ്യമ ഉണ്ടകളും സെലക്റ്റീവ് കപട പൊതുബോധവും തെല്ലും ഏൽക്കാത്ത ഐറ്റം പി ജയരാജൻ. അങ്ങനെ വലിയ രീതിയിൽ ജയരാജനെ അങ്ങ് നെറ്റിപ്പട്ടം കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ടായിരുന്നു പോരാളി ഷാജിയുടെ കമന്റുകൾ. പെരിയ കേസിലും അതുപോലെ തന്നെ കൊടിസുനിക്ക് ജാമ്യം കിട്ടിയപ്പോഴും വായിൽ പഴം തിരികിയിരുന്ന മറ്റൊരാളുണ്ട് പോരാളി ഷാജി നിങ്ങളുടെ കൂട്ടത്തിൽ. നിങ്ങൾ തലപ്പൊക്കത്തിൽ ഇതുവരെ കൊണ്ടു നടന്നിരുന്ന പിണറായി വിജയൻ. ഒരക്ഷരം അവർക്ക് വേണ്ടി ഈ പിണറായി വിജയൻ മിണ്ടിയിട്ടില്ല. ഒരക്ഷരം അവരെ ഒന്ന് കാണാൻ പോലും പിണറായി വിജയൻ ചെന്നില്ല. എന്തുകൊണ്ടാണ് ചെല്ലാതിരുന്നത്? അവിടെ പേടിയാണ്, രാഷ്ട്രീയ ഭയമാണ്. അതായത് കസേര പോകുമോ, അധികാരം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. അപ്പോൾ പോരാളി ഷാജി പറഞ്ഞതെല്ലാം കറക്റ്റ് ചെന്ന് കൊള്ളുന്നത് പിണറായി വിജയൻ ഇട്ടല്ലേ? ഇവർക്ക് മുന്നിൽ നിങ്ങൾ നല്ല പിള്ള ചമഞ്ഞ് നിന്ന് വ്യാജ പൊതുജന സമ്മതി നേടാനായി നിന്നുകൊടുത്താൽ എന്നും നട്ടെല്ല് വളച്ച് നിൽക്കേണ്ടി വരുമെന്ന്. അതായത് നട്ടെല്ല് വളച്ച് നിൽക്കുന്നത് പിണറായി വിജയൻ ആണ് എന്നല്ലേ പോരാളി ഷാജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ എല്ലാ തോന്നിവാസങ്ങൾക്കും, ഈ എല്ലാ അക്രമ രാഷ്ട്രീയത്തിനും കൊലപാതക രാഷ്ട്രീയത്തിനും ചുക്കാൻ പിടിച്ചത് പിണറായി വിജയൻ ആണെന്ന് ആർക്കാണ് ഇവിടെ അറിയാത്തത്? എന്നിട്ടും എല്ലാം കഴിഞ്ഞിട്ടും ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് പിണറായി വിജയനാണ്. അത് നട്ടെല്ലിന് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് പോരാളി ഷാജി, അല്ലാതെ ഇവിടെ മാധ്യമങ്ങൾക്കല്ല നട്ടെല്ലില്ലാത്തത്. പിന്നെ നിങ്ങൾ പറഞ്ഞു വരുന്ന നിഖിൽ പൈലി, അയാൾ പൊതുജന മധ്യത്തിൽ ഇറങ്ങി നിന്നപ്പോഴും കോൺഗ്രസ്സുകാരുടെ പല വേദികളിലും പല പരിപാടികൾക്കും എത്തിയപ്പോഴും നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിലെ പോലീസുകാർ എന്തു നോക്കി നിൽക്കുകയായിരുന്നു? നിങ്ങളിൽ ഒരുത്തനെ കുത്തിക്കൊന്ന ഒരു പ്രതിക്കെതിരെ നടപടിയെടുക്കാൻ നിങ്ങൾക്ക് നട്ടെല്ല് വറച്ചത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇടതും വലതും തമ്മിലുള്ള കളികളെ കുറിച്ച് പോരാളി ഷാജി ഇങ്ങോട്ടിറക്കാൻ വരരുത്. പോരാളി ഷാജി ശരിക്കും ആർക്ക് കൂട്ടുനിന്ന് കൊടുക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. ഒരു വഴിക്കൂടെ പിണറായി വിജയനാണ് എൻ്റെ നേതാവെന്ന് പറയുമ്പോഴും പിണറായി വിജയന് നട്ടല്ലില്ല എന്ന് പല പോസ്റ്റുകളിലും ഈ പോരാളി ഷാജി തന്നെ കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോരാളി ഷാജി തലപ്പൊക്കത്തിൽ കൊണ്ടു നടക്കുന്നത് പി ജയരാജനെയാണ്. പി ജെ ആർമി വീണ്ടും ശക്തമായി കഴിഞ്ഞിരിക്കുന്നു. പി ജയരാജൻ ഇവരെയൊക്കെ പോയി കാണുന്നതിന് പിന്നിൽ കൃത്യമായ ഒരു നീക്കമുണ്ട്. ഇതുവരെ ഒരക്ഷരം അനങ്ങാതെ പിണറായി വിജയന് ഭജന പാടിക്കൊണ്ടിരുന്ന പി ജയരാജനാണ് ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ അങ്ങ് ചാടി ഇറങ്ങിയിരിക്കുന്നത്. പെരിയ കേസ് പ്രതികളെയും അതുപോലെ തന്നെ കൊടിസുനിയെയും ഒക്കെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ഇതിനു മുൻപും ഇവരെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കാമായിരുന്നല്ലോ, എന്തുകൊണ്ട് സംസാരിച്ചില്ല? പക്ഷേ ഇപ്പോൾ അതിന് പറ്റിയ ഒരു അവസരം കിട്ടിയിരിക്കുന്നു. അതായത് പിണറായി വിജയന്റെ നാവടങ്ങിയിരിക്കുമ്പോൾ കൃത്യമായി കയറി കളിച്ചാൽ കണ്ണൂരിൽ വീണ്ടും അതിശക്തനായ നേതാവായി മാറാം എന്നുള്ള ഒരു കൃത്യമായ ബോധ്യം പി ജയരാജനുണ്ട്. മാത്രമല്ല കണ്ണൂരിൽ പിണറായിക്കെതിരെ വലിയ രീതിയിൽ CPM-ൽ നിന്ന് തന്നെ മുറവിളി ഉയർന്നിരിക്കുകയാണ്. ഒരു അവസരം വീണ് കിട്ടിയപ്പോൾ അത് ഉപയോഗിക്കുകയാണ് പി ജയരാജനും പി ജെ ആർമിയും. ഇപ്പോൾ എന്തായാലും പിണറായി വിജയനെ സൈഡാക്കിക്കൊണ്ടാണല്ലോ CPM-ന്റെ സൈബർ ഗ്രൂപ്പുകളിൽ പി ജയരാജനെ പൊക്കിയടിച്ചുകൊണ്ടുള്ള പല കുറിപ്പുകളും. അങ്ങനെ കണ്ണൂരിൽ പി ജയരാജനും പിണറായി വിജയനും വീണ്ടും നേർക്കുനേർ വന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.